Here is our second question. In a Carnot cycle, the maximum temperature and pressure are given as 410 degrees Celsius and 18 bar respectively. The ratio of isentropic compression is 6 and isothermal expansion is 1.5. Assuming the volume of air at the beginning of isothermal expansion as 0.18 meter cube, determine first one the temperature and pressure at all cardinal points, and the second one change in entropy during isentropic expansion. So the next problem is a really typical problem which you can expect for your university. ഇനി യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടില്ല എങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു ക്യാൻ ഫൈൻഡ് ഓൾ അതർ റിലേറ്റഡ് പ്രോബ്ലംസ്. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ചില വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് പ്രകാരം ഓരോ പോയിന്റിനെയും, അതായത് 0.1, 0.2, 0.3, 0.4 എല്ലാ 4 പോയിന്റിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക, കാരണം ഇറ്റ്സ് എ ബിറ്റ് ലെങ്തി ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻ്റ് ഓൾസോ. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒന്ന് തന്നിട്ടുള്ളത് കാർനോട്ട് സൈക്കിളാണ്. കാർനോട്ട് സൈക്കിളിലെ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ഗീവൺ. സോ നമുക്കറിയാം മാക്സിമം പ്രഷർ എപ്പോഴാണ് വരുന്നത്, ഇറ്റ് ഈസ് അറ്റ് ദി 0.1 അല്ലേ. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഇതിൻ്റെ താഴെയാണ്. സോ ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ P1, അതായത് 0.1 കറസ്പോണ്ട് ആയിട്ടുള്ള പ്രഷറാണ് മാക്സിമം പ്രഷർ. അതേപോലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാ, അത് TS ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, ഇറ്റ് ഈസ് ദിസ് വാല്യൂ TH, അഥവാ ടെമ്പറേച്ചർ അറ്റ് 1 ആൻഡ് ടെമ്പറേച്ചർ അറ്റ് 2 രണ്ടും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും, കാരണം ഐസോതെർമൽ പ്രോസസ്സാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ദ മാക്സിമം ടെമ്പറേച്ചർ, അതായത് T1 അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു T2, ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ അസ് 410 ഡിഗ്രി സെൽഷ്യസ്. 410 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കൂടെ എഴുതാം, ഇറ്റ് ഈസ് 410 പ്ലസ് 273 കൂടെ എഴുതി വെച്ചാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഇറ്റ് ആസ് ഇൻ എ കെൽവിൻ മാനർ അല്ലേ. സോ കെൽവിൻ തന്നെ നമുക്ക് എഴുതാം. സോ ഇറ്റ് വിൽ ബി 683 കെൽവിൻ. ഓക്കെ, സോ ഇത് നമുക്ക് ഓൾറെഡി തന്ന വാല്യൂ ആണ്. എന്ത് ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ 410 തന്നു. ഇനി അടുത്ത ടെമ്പറേച്ചർ, അടുത്ത ഹയർ പ്രഷർ which is P1, the maximum pressure is given as 18 bar. ഓക്കെ, ഇത് ഗിവൺ വാല്യൂ ആണ്, ഇതും ഗിവൺ വാല്യൂ ആണ്. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപിക് കംപ്രഷൻ. സോ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഐസെൻട്രോപിക് കംപ്രഷൻ ഏതാണ്? ഐസെൻട്രോപ്പി പ്രോസസ്. ഇത് ഐസോതെർമൽ പ്രോസസ്സാണ് അല്ലേ. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ഇതും ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ഇത് എക്സ്പാൻഷൻ ആൻഡ് ദിസ് വൺ ഈസ് കംപ്രഷൻ. നമ്മളോട് ഐസോതെർമൽ കംപ്രഷൻ ആണോ പറഞ്ഞത്? അല്ല, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഞാനിവിടെ എഴുതാം, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഐസെൻട്രോപ്പിക് കംപ്രഷൻ വാല്യൂ ഈസ് ഗിവൺ as 6. അപ്പോൾ ഇത് ഈ 2 to 3 ഇത് ഐസെൻട്രോപ്പി പ്രോസസ്സാണ്. 4 to 1 അതും ഐസെൻട്രോപ്പി പ്രോസസ്സാണ്. അപ്പോൾ ഇതിലേതാ കംപ്രഷൻ? ഇത് എക്സ്പാൻഷനാണ്, കാരണം വോളിയം കൂടുകയാണ്. ഇവിടെ കണ്ടാൽ അറിയാം വോളിയം കൂടുകയാണ്. അപ്പോൾ ഇവിടെ കംപ്രഷൻ ഏതാ? 4 to 1 ആണ്. സോ ഈ 4 to 1 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഈസ് 6, അതായത് ഇതിൻ്റെ കംപ്രഷൻ്റെ ഫാക്ടറാണ് 6. 4 ആണ് വലിയ വാല്യൂ, അതിൽ നിന്ന് 1 മാറുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ V4 ഡിവൈഡഡ് ബൈ V1. ക്ലിയർ ആണല്ലോ. ഐസെൻട്രോപ്പി പ്രോസസ്സ് ഏതാ? 4-1 2-3 ആണ്. അതിൽ കംപ്രഷനാണ് പറഞ്ഞത്, അപ്പോൾ ഏതാ? ഈ പ്രോസസ്സാണ് എടുക്കേണ്ടത് 4-1. സോ V4 ബൈ V1 വാല്യൂ ഈസ് ഗിവൺ ആസ് 6.
ഓക്കെ, സോ ദിസ് ഈസ് അനദർ ഗിവൺ വാല്യൂ. ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്നും പറയും, അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്നും പറയട്ടോ. ഈ 2 to 3 അതേപോലെ 4 to 1. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഇൻ ദാറ്റ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ദെൻ ദേ സെഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ. Isothermal expansion. So isothermal expansion is 1.5. അപ്പോൾ ഇതിൽ ഐസോതെർമൽ പ്രോസസ്സ് ഏതാ? 1 to 2ഉം 3 to 4. 3 to 4 എന്താ? കംപ്രഷനാണ്. 1 to 2 ആണ് എന്ത്? എക്സ്പാൻഷൻ. സോ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, ഐസോതെർമൽ എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് 1.5. എക്സ്പാൻഷൻ ആണ്. സോ V2 ഡിവൈഡഡ് ബൈ V1, ദ വാല്യൂ ഈസ് ഗിവൺ ആസ് 1.5. ക്ലിയർ? ദിസ് ഈസ് ദി അനദർ ഗിവൺ വാല്യൂ. ഞാൻ ഗിവൺ വാല്യൂ ഇങ്ങനെ ബോക്സിലാക്കി നോട്ട് ചെയ്ത് തരാം. ഓക്കെ, തന്ന വാല്യൂസിനെ എല്ലാം ഞാൻ ബോക്സിലാക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ഐസോതെർമൽ എക്സ്പാൻഷൻ വിച്ച് ഈസ് V2 ബൈ V1, ദാറ്റ് ഈസ് 1.5. പിന്നെ ഐസെൻട്രോപ്പിക് കംപ്രഷൻ V4 ബൈ V1, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 18 ബാർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ടെമ്പറേച്ചർ T1, അതായത് ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് T1 ആൻഡ് T3, ദാറ്റ് ഈസ് ഈക്വൽ ടു 683. ഇൻ ദി സെൻസ് 410 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ, അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അവസാനമായിട്ട് ഒന്നും കൂടെ തന്നിട്ടുണ്ട്. ദേ ഹാവ് ആസ്ക്ഡ് us to assume. What did they ask us to assume? Assume that the volume of air at the beginning of isothermal expansion. ഐസോതെർമൽ എക്സ്പാൻഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ 0.1. സോ ദേ ഹാവ് ആസ്ക്ഡ് us to assume the volume at this point to be 0.18 meter cube. അപ്പോൾ ഇതിൽ സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിച്ച് കേൾക്കണം. ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ തുടക്കത്തിലുള്ള വോളിയം ഇത് ഒരു വാല്യൂ 0.18 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോളിയമായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. സോ ഇറ്റ് മീൻസ് വി ഹാവ് ഗോട്ട് V1 വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 0.18 മീറ്റർ ക്യൂബ്. ഇതായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന കാര്യം. എങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ കോഡിയൽ പോയിൻറ്റ്സിൻ്റെയും, അതായത് 0.1ൻ്റെയും 0.2, 0.3, 0.4 എല്ലാ പോയിൻറ്റ്സിൻ്റെയും പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കാണുക. P1 T1, P2 T2, P3 T3, P4 T4. അതാണ് ഒന്നാമത്തെ ഉദ്യമം. രണ്ടാമത്തത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. ഐസെൻട്രോപ്പി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഐസെൻട്രോപ്പി എക്സ്പാൻഷൻ അല്ലേ? ഇത് നടക്കണ നേരത്തുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ചോദ്യം എല്ലാ പോയിൻറ്റ്സിൻ്റെയും പ്രഷറും ടെമ്പറേച്ചറും കാണുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ്റെ നേരത്തുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി. സോ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഒരു എറർ എന്ന് പറഞ്ഞാൽ. ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്, അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ് 2ഉം 3ഉം അല്ലേ? 2 to 3 is an isentropic process and it means entropy is constant. അതുകൊണ്ട് തന്നെ ഐസെൻട്രോപ്പിക് പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ വാല്യൂ വിൽ ബി 0. ക്ലിയർ ആണല്ലോ? ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 1 to 4 to 1 ആണെങ്കിലും 2 to 3 ആണെങ്കിലും ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? 0. ഇവിടെ സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. സോ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെങ്കിൽ 2 to 3നെയാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ഇറ്റ് ഈസ് ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ്, ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി 2 and 3 ആർ ഹാവിങ് ദ സെയിം എൻട്രോപ്പി വാല്യൂ അല്ലേ? ഇവിടെ രണ്ടിനും എന്താണ്? ഒരേ എൻട്രോപ്പി വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് വാല്യൂ വിൽ ബി സെയിം. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി 0. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മിക്കവാറും ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തിരുത്ത് വരുത്താണ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കാണുക ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരിക്കും. വി വിൽ ജസ്റ്റ് ട്രൈ ആൻഡ് സി എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സോ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് എന്താ? ഓരോ പോയിൻറ്റ്സിൻ്റെയും പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം വാല്യൂസ് കാണുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. സോ 0.1ൻ്റെ വോളിയം നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 0.1ൻ്റെ ഇപ്പം നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഫസ്റ്റ്
ഫസ്റ്റ് പോയിൻറ്റിൻ്റെ P1 T1 എനിക്ക് വേണം, സെക്കൻഡ് പോയിൻറ്റിൻ്റെ P2 T2 എനിക്ക് വേണം, തേർഡ് പോയിൻറ്റിൻ്റെ P3 T3 അറിയണം, ആൻഡ് ഫോർത്ത് പോയിൻറ്റിൻ്റെ P4 T4 അറിയണം അല്ലേ. ഇപ്പം നമുക്ക് ചോദ്യത്തിൽ V1 അസ്യൂം ചെയ്യാൻ തന്നിട്ടുണ്ട്, 0.18 മീറ്റർ ക്യൂബാണ്. സോ അതിനർത്ഥം വോളിയം അവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രഷർ അറ്റ് 1 തന്നിട്ടുണ്ട്, എത്രയാണ്? 18 ബാർ. സോ ഇറ്റ് മീൻസ് ഈ P1 എനിക്കറിയാം, അറിയാലോ, അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളതാണ് ടെമ്പറേച്ചർ T1 എത്രയാണ്? 683 കെൽവിൻ തന്നിട്ടുണ്ട്. അപ്പോൾ T1 എനിക്ക് കണ്ടുകൂടെ? T1 എനിക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്ന കാര്യമാണ്. അത് തന്നെയാണ് T3യും അല്ലേ. സോ ദിസ് വാല്യൂ ഈസ് ഓൾസോ നോ. അപ്പോൾ 8 വാല്യൂസ് കാണുന്നതിന് പകരം എനിക്ക് ഇനിയിപ്പോൾ എത്ര കണ്ടാൽ മതി? 6 വാല്യൂസ് കണ്ടാൽ മതി, 5 വാല്യൂസ് കണ്ടാൽ മതി അല്ലേ. ഈ 3 വാല്യൂ 4, 5 P1 T1 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ ദി ഐസോതെർമൽ പ്രോസസ്. സോ 1, 2 എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്താ? ഐസോതെർമൽ പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഐ ആം ടേക്കിംഗ് ദ ഫസ്റ്റ് പ്രോസസ് 1 to 2 പ്രോസസ് വിച്ച് ഈസ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഐ ഹാവ് ദ ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ആണല്ലോ. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. സോ P1 വാല്യൂ എനിക്കറിയാം. P1 വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 18 ബാർ. ഓക്കെ, ഇൻറ്റു V1 വാല്യൂ അറിയോ? V1 വാല്യൂ എനിക്കറിയാം, തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. V1 ഇസ് ഈക്വൽ ടു P2 വാല്യൂ എനിക്കറിയോ? ഇല്ല, എനിക്ക് P2 വാല്യൂ അറിയില്ല. ഇൻറ്റു V2 വാല്യൂ അറിയോ? V2 വാല്യൂ തൽക്കാലം എനിക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. Therefore I can write it down, P2 is equal to P2 ഈ വാല്യൂ എടുക്കുമ്പോൾ V2നെ താഴെ കൊണ്ടുവന്നാൽ 18 ബാർ ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ V2. ക്ലിയർ ആണല്ലോ. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ദേ ഹാവ് ഗിവൺ ആസ് ദാറ്റ് V2 by V1 ദ വാല്യൂ ഈസ് 1.5 അല്ലേ. സോ ഇവിടെ V1 by V2 ആണ്. അപ്പോൾ V2 by V1 എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? I can write it down as 18 divided by 1.5. കാരണം എന്താ? they have given that V2 by V1 is equal to 1.5. ക്ലിയർ ആണല്ലോ. V2 divided by V1 is given 1.5. അപ്പോൾ V1 by V2 പറഞ്ഞാൽ 1 divided by 1.5. it comes in this manner. അപ്പോൾ എനിക്ക് പ്രഷർ 2 കിട്ടൂലേ? പ്രഷർ 2 കിട്ടും, P2 കിട്ടും. 18 divided by 1.5 is the value is 12. 18 ഏതാ യൂണിറ്റ്? ബാറാണ്. 18 ബാറാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ അതേ യൂണിറ്റിന് ഞാൻ എഴുതുക 12 ബാർ. സോ ഐ ഗോട്ട് P2. എനിക്ക് P2 കിട്ടിയില്ലേ? എനിക്ക് P2 കിട്ടി. Now next one. The next one is, so P2 വാല്യൂ എനിക്ക് കിട്ടി. 1 to 2 പ്രോസസ്സ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് P2 വാല്യൂ എനിക്ക് കിട്ടി. സോ ആ പ്രോസസ്സ് 1 to 2 ഐസോതെർമൽ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് ഞാൻ പോകുന്നത് ഏതാ? പ്രോസസ് 2 to 3. ഓക്കെ, ഐ ആം ഗോയിങ് ഫോർ പ്രോസസ് 2 to 3 വിച്ച് ഈസ് ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. അപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്ക് ഐസെൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ മുന്നത്തെ സെക്കൻഡ് മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ ആയിരുന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ ഇപ്പോൾ ഐസോക്രോണിക് പ്രോസസ്സ് ആണെങ്കിലും ഐസോബാറിക് പ്രോസസ്സ് ആണെങ്കിലും അതുപോലെ ഐസോതെർമൽ പ്രോസസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണം. സോ ഐസെൻട്രോപ്പിക് ഓർ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താ? PV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ. പിന്നെ ഇതല്ലാതെയും നമുക്ക് വേറെയും ഇക്വേഷൻ ഉണ്ട് ഐസെൻട്രോപ്പിക് പ്രോസസ്സിന്. നമുക്ക് PV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നല്ലാണ്ട് TV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് അനദർ ഇക്വേഷൻ. ദാറ്റ് ഈസ് TV raised to gamma അല്ല, TV raised to gamma minus 1 is equal to a constant. This is one value. And we have another one more equation which is much more complicated. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ അത് അന്നത്തെ ക്ലാസ്സിൽ ഓർത്തു വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. If we have two equations, T2 by T1 is equal to P2 divided by P1, that is T1 by P1. Okay, P2 divided by P1 raised to gamma minus 1 by gamma.
ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഐസെൻട്രോപ്പിക് പ്രോസസ്സിന്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടി വി റേസ് ടു ഗാമ എന്ന് മനസ്സിലാക്കാം. T1 റേസ് ടു ഗാമ -1 ഇസ് ഈക്വൽ ടു T2 റേസ് ടു ഗാമ -1. ഇതിൽ നിന്നോ P1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 റേസ് ടു ഗാമ. സോ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഓർത്തു വെക്കണം. സോ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരാം. സോ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 to 3 പ്രോസസ്സിൽ ഫസ്റ്റ് വി ക്യാൻ അപ്ലൈ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് P1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 റേസ് ടു ഗാമ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് നമ്മൾ 2 to 3 ആണ് ഇട്ടിട്ടുള്ളത്, അല്ലാതെ 1 to എന്നല്ല. അപ്പോൾ P1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 റേസ് ടു ഗാമ, അത് നോർമൽ ഇക്വേഷൻ ആണ് പ്രോസസ് 1 and 2 ആകുമ്പോൾ. പക്ഷെ ഇവിടെ ഏതാ പ്രോസസ് 2 and 3 ആണ്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനത്തെ സില്ലി മിസ്റ്റേക്സ് വരുത്തരുത്. ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ആ ടെൻഷനിൽ നിൽക്കുന്ന നേരത്ത് ചിലപ്പോൾ ധൃതിയിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് P1 വാല്യൂ P2 വാല്യൂ ഇതാണ്, P1 വാല്യൂ നേരത്തെ തന്നിട്ടുണ്ട്, അതിൻ്റെ V1 വാല്യൂ നമുക്കറിയാം, അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതി പോകുമ്പോൾ ആ ഫ്ലോയിൽ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല. സോ ബി അറ്റ്മോസ്റ്റ് കോഷ്യസ്. സോ ഇവിടെ ശരിക്കും ഇക്വേഷൻ എന്താ? P2 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P3 റേസ് ടു ഗാമ എന്നതാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലേ? ഗാമ വാല്യൂ ഇവിടെ എത്രയാണ് നമ്മൾ എടുക്കുക? ഗാമ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എയർ ആണ്. അപ്പോൾ സോ ഗാമ വാല്യൂ ഈസ് 1.4. Clear? Now P2 raised to gamma and P3 raised to gamma. So from this I can say that P3 is equal to എന്ന് പറയുന്നത് P2 into V2 divided by V3 the whole raised to gamma. Okay, വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് വാട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ഈസ് ദാറ്റ് V2 by V2 ഡിവൈഡഡ് ബൈ V3 എന്ന് പറയുന്നത് V2 വോളിയം അറ്റ് 2 ആൻഡ് വോളിയം അറ്റ് 3. ഈ റേഷ്യോ V2 ഡിവൈഡഡ് ബൈ V3 വിൽ ഓൾവേസ് ബി ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ V4. ഓക്കെ, സോ അത് ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകതയാണ്. V2 ഡിവൈഡഡ് ബൈ V3 വിൽ ഓൾവേസ് ബി ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ V4. സോ ഇവിടെ V2 ഡിവൈഡഡ് ബൈ V3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി റിട്ടൺ ആസ് V1 ബൈ V4, ദാറ്റ് ഈസ് V1 ഡിവൈഡഡ് ബൈ V4, ദാറ്റ് മച്ച് റേസ് ടു ഗാമ. ക്ലിയർ ആണല്ലോ? സോ V1 ബൈ V4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. V4 ബൈ V1 എത്രയാ? 6 ആണ് തന്നത്. പക്ഷെ നമുക്കിവിടെ എന്താ? V1 ബൈ V4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1/6 എന്ന് പറഞ്ഞിട്ട് വാല്യൂ എടുക്കണം. സോ P2 വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 ബാർ ഇൻറ്റു V1 ബൈ V4 വിൽ ബി ടേക്കൺ ആസ് 1/6. ദ ഹോൾ റേസ് ടു ഗാമ ഈസ് 1.4. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.97. 12 ബാറിലാണ്. സോ 0.97 ബാർ ഈസ് ദി പ്രഷർ P3. പ്രഷർ P3 വിൽ ബി 0.97 ബാർ. സോ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ പ്രഷർ P3 കിട്ടി. ഞാനിതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഞാൻ ഇവിടെ P3 കണ്ടുപിടിച്ചു, ഇവിടെ P2 കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ ആദ്യമേ P1 തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ T1 ഉം T3 ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി T2 ആൻഡ് T4 ആണ് നമുക്ക് കാണാനുള്ളത്. സോ സോറി, T1 ആൻഡ് T3 അല്ല, ഹിയർ ഇറ്റ്സ് T1 ആൻഡ് T2. T1 ഉം ടെമ്പറേച്ചർ അറ്റ് 1 ഉം ടെമ്പറേച്ചർ അറ്റ് 3 കണ്ടു കഴിഞ്ഞാൽ പിന്നൊന്നും കാണാനില്ല. So here it is, sorry, it was T1 and T2. Okay, so T1 T2 കണ്ടിട്ട് ഇനി എനിക്ക് ഒന്നെങ്കിൽ T3 അല്ലെങ്കിൽ T4 കണ്ടുപിടിച്ചാൽ മതി. സോ ഒബ്വിയസ്ലി ആ മറ്റേ രണ്ട് ടെമ്പറേച്ചേഴ്സും എന്തായി എനിക്ക് കിട്ടി. സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് ടെമ്പറേച്ചർ T3 അല്ല കിട്ടിയിട്ടുള്ളത്, ടെമ്പറേച്ചർ T1 ഉം T2 ആണ്. സോ യു ക്യാൻ സി ഫസ്റ്റ് പോയിൻ്റത്തെ എല്ലാം ആയി, സെക്കൻഡ് പോയിൻ്റത്തതും എല്ലാം ആയി. ഇനി എനിക്ക് തേർഡ് പോയിൻറ്റും ഫോർത്ത് പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസേഴ്സ്, തേർഡിലെ പ്രഷർ കിട്ടി, ഇനി ടെമ്പറേച്ചറും കൂടെയാണ് എനിക്ക് കിട്ടാനുള്ളത്. സോ 2 to 3 ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ത് ചെയ്തു? ഞാൻ കണ്ടുപിടിച്ചു. നൗ 2 to 3 ഞാൻ എടുത്തു. ഇനി എനിക്ക് 3 to 4 പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 to 1 പ്രോസസ്സ് ഉണ്ട്. സോ നൗ സേ ഐ ആം ടേക്കിംഗ് ദി പ്രോസസ് 4 to 1. പ്രോസസ് 4 to 1 എന്താ? ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്, അല്ലേ?
ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. സോ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സോ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് തന്നെ ഐ എം യൂസിങ് ദിസ് ഇക്വേഷൻ T1 V1 raised to gamma minus 1 T2 V2 raised to gamma minus 1 ഇല്ലേ, ആ ഇക്വേഷനാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. സോ വി ക്യാൻ സി ഐ എം ടേക്കിംഗ് പ്രോസസ് 4-1. So process 4-1, it is an isentropic process. Specifically speaking, it is an isentropic compression process. So TV raised to gamma minus 1 is a constant എന്നുള്ള ഇക്വേഷൻ ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് ബാധകമാണ്. സോ 4-1 എന്ന് പറയുന്ന ഇക്വേഷന് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് T1 V1 raised to gamma minus 1 is equal to T4 V4 raised to gamma minus 1. Okay, so I can write down as T1 by T4 is equal to T1 V4 by V1 the whole raised to gamma minus 1. Okay, so V4 by V1 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? V4 by V1 is already given as 6. So V4 by V1 means it is 6 raised to gamma minus 1. 1.4 minus 1. 1.4 minus 1 എന്ന് പറഞ്ഞാൽ 6 raised to 0.4. 6 raised to 0.4. So that is T1 by T4 is equal to 6 raised to 0.4. 6 raised to 0.4 ചെയ്യുമ്പോൾ that is 4 divided by 10 എന്നാണ്. ആൻഡ് if you are doing it in കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കട്ടെ, നമുക്ക് T1 അറിയില്ലേ, T1 ടെമ്പറേച്ചർ എനിക്കറിയാം. അപ്പോൾ T1 ടെമ്പറേച്ചർ എനിക്കറിയെങ്കിൽ എനിക്ക് T4 കണ്ടൂടെ? ഐ ക്യാൻ സി 6 raised to 0.4 ആണ്. സോ ഐ നീഡ് ടു ഫൈൻഡ് T4. Therefore T4 is equal to T1 divided by 6 raised to 0.4. T1 ടെമ്പറേച്ചർ എത്ര? It is 683 Kelvin divided by 6 raised to 0.4. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ ടെമ്പറേച്ചർ T4 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 333 Kelvin, 333.2 Kelvin എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, വിച്ച് ഈസ് T4. സോ ടെമ്പറേച്ചർ 4, ഇവിടെയുള്ള ടെമ്പറേച്ചർ 4 എനിക്ക് കിട്ടി. സോ ടെമ്പറേച്ചർ 4 എനിക്ക് അറിയാമെങ്കിൽ, എനിക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയാമെങ്കിൽ അത് തന്നെയല്ലേ ടെമ്പറേച്ചർ 3യും വരിക. സോ ഇറ്റ് മീൻസ് ടെമ്പറേച്ചർ 3 ഈസ് ഫൗണ്ട് ഔട്ട്, ടെമ്പറേച്ചർ 4 ഈസ് ഓൾസോ ഫൗണ്ട് ഔട്ട്, വിച്ച് ഈസ് 333.2 Kelvin. So I can write down it as T3 is equal to T4 is equal to 333.2 Kelvin. ഇനി എനിക്ക് എന്തും കൂടെ കാണാനുള്ളൂ? ഇനി എനിക്ക് കാണാനുള്ളത് P4, പ്രഷർ 4 എനിക്ക് കാണാനുള്ളൂ. സോ ഐദർ യു ക്യാൻ ഗോ ഇറ്റ് വിത്ത് ഐസെൻട്രോപ്പിക് പ്രോസസ് 4-1, ഇങ്ങനെ പോവാം. അതല്ല എങ്കിൽ ഐസോതെർമൽ പ്രോസസ്സായിട്ടുള്ള 3-4 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെയും നമുക്ക് കാണാം. ഐസോതെർമൽ പ്രോസസ്സ് വെച്ചിട്ട് P1 V1 is equal to P3 V3 is equal to P4 V4 എന്ന് കണ്ടു കഴിഞ്ഞിട്ട് അതിൽ വോളിയം 4ഉം 3യും തമ്മിൽ റിലേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓർ എൽസ് യു ക്യാൻ ഗോ ഇറ്റ് ഇൻ ദിസ് മാനർ. 4-1 പ്രോസസ്സായിട്ടുള്ള ഐസെൻട്രോപ്പിക് പ്രോസസ്സ് തന്നെ കൺസിഡർ ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. സോ ഒരു മെത്തേഡ് കൂടെ ഞാൻ ചെയ്യാം, മറ്റേ മെത്തേഡ് കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കിട്ടുന്നുണ്ടോ. സോ അഗെയിൻ ഐ വിൽ ബി ടേക്കിംഗ് 4-1 പ്രോസസ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സ് തന്നെ എടുക്കാം. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ T1 by T4 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. T1 by T4 is equal to P1 divided by P4 the whole raised to gamma minus 1 by gamma. 1ഉം 4ഉം പ്രോസസ് ഐസെൻട്രോപ്പിക് ആണ്. സോ ഐ ക്യാൻ യൂട്ടിലൈസ് ദിസ് ഇക്വേഷൻ. T1 by T4 is equal to P1 by P4 the whole raised to gamma minus 1 by gamma. അപ്പോൾ ഇതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ P1 by P4 എന്ന് എഴുതാൻ എന്ത് ചെയ്താൽ മതി? P1 by P4 is equal to T1 by T4 the whole raised to gamma minus 1 by gamma ആണ് ഇവിടെ. അതിനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം gamma divided by gamma minus 1. ക്ലിയർ ആണല്ലോ? ഗാമ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ആൻഡ് എനിക്കിതിൽ P1 വാല്യൂ അറിയാം, T1 വാല്യൂ അറിയാം, T1 T4 അറിയാം. എനിക്ക് P4 മാത്രം ഇവിടെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇവിടെ എനിക്ക് P4 മാത്രമേ കാണാനുള്ളൂ. സോ എനിക്ക് എങ്ങനെ ഈ ഇക്വേഷൻ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളത്. സോ ഐ എം റൈറ്റിംഗ് ഡൗൺ P4 ഈസ് ഈക്വൽ ടു P4ൻ്റെ ടേമിനെ മാത്രം ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഹോൾ ടേമിനെ ഞാൻ P1ൻ്റെ താഴത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഐ വിൽ ബി ടേക്കിംഗ് P4 ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ T1 by T4 the whole raised to gamma divided by gamma minus 1. ക്ലിയർ? ഞാൻ ഈ P4 ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഇവിടുത്തെ ഈ ഫുൾ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ P1ൻ്റെ താഴെ ആയിട്ടാണ് എനിക്ക് ആ ടേംസ് വരിക. ക്ലിയർ? നൗ യു ക്യാൻ സി എന്തൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 പ്രഷർ 1 എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് 18 bar divided by temperature T1 which it was 683 Kelvin ആയിരുന്നു. ആൻഡ് T4 നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 332.2 എന്നുള്ള വാല്യൂ ആയിരുന്നു. ദ ഹോൾ റേസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ 1.4 ഡിവൈഡഡ് ബൈ 1.4 മൈനസ് 1 ദാറ്റ് ഈസ് 0.4. ക്ലിയർ? സോ ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് പ്രഷർ P4 ഈസ് ഈക്വൽ ടു, ഇതിനെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആദ്യം ഈ ഒരു ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കറക്റ്റ് കാണുക, അതിന് റേസ് ടു 1.4 ഡിവൈഡ് ബൈ 0.4 നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ യു ഗെറ്റ് ഈസ് 1.46 bars. ദാറ്റ് ഈസ് ദി പ്രഷർ 4. അപ്പോൾ P4 കിട്ടുന്നതോടുകൂടി ഈ വാല്യൂം കൂടെ എനിക്ക് കിട്ടി. ഇപ്പോൾ എന്തൊക്കെ കിട്ടി? എനിക്ക് എല്ലാ വാല്യൂസും എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഡൺ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളിതെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഫൈനലി അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഫൈനലി ഇൻവിജിലേറ്ററിന് അത് കറക്റ്റ് കാണാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? എല്ലാം വൃത്തിക്ക് നിങ്ങൾ എഴുതി കാണിക്കുക. സോ ദ ഫൈനൽ pressure at P1 and temperature at T1, P2, T2, P3, T3 and P4, T4. ഇതെന്താണ് വാല്യൂസ് കിട്ടിയെന്നുള്ളത് കറക്റ്റ് നിങ്ങൾ എല്ലാത്തിനും എന്ത് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം T3 ആൻഡ് T4 ഇറ്റ് ഈസ് സെയിം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 332.2 Kelvin. Here also 333.2 Kelvin. Temperature T1 and T2 is 683 Kelvin. This one also 683 Kelvin. ഇനി നമുക്ക് പ്രഷർ 1 തന്നിട്ടുള്ളത് 18 bar ആണ്. 18 bar. ആ യൂണിറ്റും കറക്റ്റായിട്ട് ഇടണം. P4 നമുക്ക് കിട്ടിയത് 1.46 bars എന്ന് പറഞ്ഞിട്ടാണ്. 1.46 bar. And regarding P2 and P3 it was 0.97 bar. P3 is 0.97 bar and P2 is 12 bar. അല്ലേ? So I will write down P2 is 12 bar. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ആൻസറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് മാർക്സ് ഫോർ ദാറ്റ് പ്രോബ്ലം. സോ നമ്മളിങ്ങനെയൊക്കെ ഇക്വേഷൻസും പ്രോബ്ലംസും എഴുതി അതിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിച്ചു. ഇതൊക്കെ ശരിയാണെങ്കിലും ഇൻവിജിലേറ്ററിന് ഫൈനലി നമ്മുടെ ആൻസർ പിൻ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധയിൽ പെടുത്തണം. സോ നമ്മുടെ ഈ ഒരു ആൻസർ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആൻസർ റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ ആദ്യം നിങ്ങളുടെ ആൻസേഴ്സ് നോക്കും. ഇഫ് ദ വാല്യൂസ് ആർ എക്സാക്ട്ലി റൈറ്റ് ദെൻ നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ പാർട്ടിൽ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഓടിച്ച് പോവുള്ളൂ. ഹി വിൽ ഗിവ് യു ദ ഫുൾ മാർക്ക്. ബട്ട് ഇങ്ങനെ ഒരു ആൻസർ എഴുതുമ്പോൾ അത് അത്രയും കോൺഫിഡൻസും കറക്റ്റ്നെസ്സും അഷ്യൂർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ധൈര്യത്തോടെ ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ട്, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻവിജിലേറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 12 bar കിട്ടുന്ന പകരം ഇവിടെ 16 bar കിട്ടിയെന്ന് വിചാരിക്കുക. 16 bar കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതോടുകൂടി ഇൻവിജിലേറ്റർ മനസ്സിലാവും നിങ്ങൾ ആ കണ്ട വാല്യൂടെ ഇഷ്യൂ ഉണ്ട്, തെറ്റുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് അത് മാത്രം നോക്കിയിട്ട് അവിടെ ചിലപ്പോൾ മാർക്ക് റെഡ്യൂസ് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ P2 വാല്യൂ തെറ്റുന്നതോടുകൂടി ചിലപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും ഒന്ന് വാല്യൂസിനൊക്കെ അത് ബാധിക്കാം. അങ്ങനെയും ചില ഇക്വേഷൻസ് വന്നേക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ ഡൂയിങ്, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിനുള്ള ഫുൾ മാർക്സും കിട്ടും.
ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ ലാസ്റ്റ് പാർട്ട് പറയുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഐസെൻട്രോപ്പിക് പ്രോസസ്സിലെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 to 3 അല്ലെങ്കിൽ 1 to 4, 2 to 3 to 1 അല്ലെങ്കിൽ 4 to 1 എന്ന് പറയുന്നതൊക്കെ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണ്? ഇറ്റ് ഈസ് 0, കാരണം എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം? 1 to 2 പറഞ്ഞിട്ടുള്ളത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. 1 to 2 അല്ലേ? ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രോപ്പി ചേഞ്ച് കാണുക എന്നുള്ളതാണ്. കാരണം ഈ 1 to 2 ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് 3 to 4 ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ ഞാൻ കാണിക്കണ്ടല്ലോ. 1 to 2 വാല്യൂ കണ്ടുപിടിച്ചാൽ അതേ വാല്യൂ തന്നെയായിരിക്കും 3 to 4. കാരണം 1 to 2 എൻട്രോപ്പി ചേഞ്ച് തന്നെയാണ് 3 to 4 എൻട്രോപ്പി ചേഞ്ച്. സോ നമ്മൾ 1 to 2 എൻട്രോപ്പി ചേഞ്ച് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ ആ പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേഷൻ മാത്രം പറയുന്നു. വി ഹാവ് Q ഈസ് ഈക്വൽ ടു TdS അല്ലേ? Q ഈസ് ഈക്വൽ ടു TdS. അപ്പോൾ 1 to 2 പ്രോസസ്സാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അത് പ്രോസസ് 1 to 2 പ്രോസസ് ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് സേ ഹീറ്റ് ആഡഡ് Q1 ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ T1 അല്ലെങ്കിൽ T1 എന്നിടാം, കാരണം T1 T2 എന്താണ്? സെയിം ആണ്. DS ദാറ്റ് ഈസ് S2 മൈനസ് S1 ആണല്ലോ. മാത്രമല്ല ഇത് ഹീറ്റാണ്. ഹീറ്റിൻ്റെ ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ഐ ഹാവ് ദ ഇക്വേഷൻ MrT1 ln ഓഫ് V2 ഡിവൈഡഡ് ബൈ V1. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മളതന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? MrT1 ln V2 ബൈ V1. അപ്പോൾ ഇത് ഹീറ്റ് റിജക്റ്റഡ് ആണെങ്കിലോ, അപ്പോൾ T2 അല്ല T3 T4 വരും, ln ഓഫ് V4 ബൈ V1 എന്നുള്ള ആ ഇക്വേഷൻ. അതിനനുസരിച്ചിട്ട് V4 ബൈ V1 ആവില്ല, സോറി, ഇറ്റ് ഈസ് 3 and 4, ഇറ്റ് വിൽ ബി V3 ബൈ V4 എന്നുള്ളതായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ്സ് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഉള്ളത്. സോ എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് S2 മൈനസ് S1 ആണ്. സോ S2 മൈനസ് S1 എനിക്ക് കാണണമെങ്കിൽ S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു ഈ T1 ക്യാൻസൽ ചെയ്യും, പക്ഷെ അത് ഞാൻ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഈസ് P1 V1 PV ഈസ് ഈക്വൽ ടു MrT ആണല്ലോ. സോ P1 V1 ഈസ് ഈക്വൽ ടു MrT1 ആണ്. അപ്പോൾ ഈ MrT1 പകരം ഞാൻ എന്ത് ചെയ്യുന്നു? P1 V1 എന്നിടുന്നു. സോ ഐ വിൽ റൈറ്റ് ഡൗൺ MrT1 പകരം P1 V1 ഇൻറ്റു ln ഓഫ് V2 ഡിവൈഡഡ് ബൈ V1. അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ T1 ക്യാൻസൽ ചെയ്തിട്ടില്ല, ഈ T1 കൂടെ കൂട്ടിയാലാണ് P1 V1 വരുന്നത്. ആ P1 V1 അവിടെ ഉണ്ട്. സോ ഈ ടെമ്പറേച്ചർ T1 ഞാൻ ഇതിൻ്റെ ഡിനോമിനേറ്റർക്ക് കൊണ്ടുവരുന്നു. സോ P1 V1 ബൈ T1 ഇൻറ്റു ln V2 ബൈ V1, ഇറ്റ് ഈസ് S2 മൈനസ് S1. ദറ്റ് ഈസ് ദി എൻട്രോപ്പി ചേഞ്ച്. അപ്പോൾ P1 V1 നോക്കാം. P1 വാട്ട് ഈസ് ദി പ്രഷർ അറ്റ് ഇനീഷ്യൽ പ്രഷർ എത്രയായിരുന്നു? P1 ദാറ്റ് ഈസ് 18 ബാർ എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി ആ ബാർ എന്നുള്ളത് ശരിക്കും SI യൂണിറ്റ് അല്ല, നമുക്കിവിടെ എൻട്രോപ്പി ചേഞ്ച്, അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. വി വിൽ സി. ഞാനിവിടെ അത് എഴുതാം 18 ബാർസ് എന്നുള്ളത് ഇൻറ്റു V1 വോളിയം. ഇനീഷ്യൽ വോളിയം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.18 മീറ്റർ ക്യൂബാണ്. സോ 0.18 മീറ്റർ ക്യൂബ് എന്നെ എന്ത് ചെയ്യുക? ഞാൻ അവിടെ എഴുതാം 0.18 മീറ്റർ ക്യൂബ്, 18 meter cube divided by temperature T1. It was got as temperature T1 നിങ്ങൾക്കറിയാം 683 Kelvin. that is 683 Kelvin into ln of V2 by V1. V2 by V1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 1.5 അല്ലേ? സോ ln of 1.5 നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഇത് SI യൂണിറ്റ് ആണ്. 683 അത് കെൽവിൻ ആണ്, SI യൂണിറ്റ് ആണ്. ദിസ് ഈസ് എ ഫ്രാക്ഷൻ. V2 ബൈ V1 എന്ന് പറയുന്നത് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല, ഇറ്റ് ഈസ് 1.5. സോ ഇവിടെ പ്രഷർ ഉള്ളത് ബാറിലാണ്. സോ ബാർ അതിൻ്റെ SI യൂണിറ്റ് അല്ല. സോ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു SI യൂണിറ്റ്, അതായത് പാസ്കൽസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 18 ഇൻറ്റു 10⁵ വരും അല്ലേ? ഇൻറ്റു 0.18 ഡിവൈഡഡ് ബൈ 683 ഇൻറ്റു ln ഓഫ് 1.5. ln ഓഫ് 1.5 കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് കാണാം. ആ വാല്യൂ ഇൻറ്റു ദിസ് ഹോൾ വാല്യൂ ഡിവൈഡഡ് ബൈ 683. എല്ലാം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ്
what? The answer is 192 joules per Kelvin. That is the entropy change over the process isothermal expansion. That is 1 to 2 process in the isothermal expansion ആണ് 192 joules per Kelvin, or I can write it down as 0.192 kilojoules per Kelvin എന്നും എഴുതാം. രണ്ടും സെയിം ആണ്, കിലോ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഐസോതെർമൽ കംപ്രഷൻ്റെ എൻട്രോപ്പി ചേഞ്ച് നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കും? വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ സൈനിന് ഒരു മാറ്റം ഉണ്ടാകും. സൈൻ മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ കംപ്രഷൻ ആണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എൻട്രോപ്പി കുറയാണ് അവിടെ ചെയ്യുന്നുള്ളത്. സോ ദിസ് ഈസ് ദി ആൻസർ ഇഫ് യു ആർ കൺസിഡറിങ് ഫോർ ആൻ isothermal expansion process. So that's all for today's class. Thank you.